ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളെ അത്തമാണ്. ഇന്ന് ഓണം സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയാണ് കേട്ടാ. ഇന്നലെ അവിയിൽ വെച്ച് ഇന്ന് ഇഞ്ചിപ്പുളിയാണ് കേട്ടാ. ഓരോ ദിവസം ഓരോന്ന് വെച്ച് കാണിക്കാണ്. ഓണം സീരീസ് നമ്മൾ വെക്കുന്നത് കാണിക്കാൻ കേട്ടാ. എല്ലാവർക്കും വെക്കാൻ അറിയും. നമ്മൾ എങ്ങനെ വെക്കുന്നത് കാണിക്കുക, കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് ഇഞ്ചിപ്പുളി വെക്കാം. ചട്ടിയും ചൂടാവട്ടെ കേട്ടാ, ചെറിയ ചട്ടി. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ നന്നായിട്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ. ഒരു 100 ഗ്രാം ഇഞ്ചി ഉണ്ട്. കുഞ്ഞാണ് 4 പച്ചമുളക് നൈസായി അരിഞ്ഞു. എന്തായാലും വന്നല്ലോ ജസ്റ്റ്. ഇഞ്ചി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ചെറിയ ചട്ടിയില്ലേ, കുറെ നാളായി എടുത്ത് വെച്ചിരിക്കില്ല. അന്ന് ഇഞ്ചിപ്പൊടി വെച്ചിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ വെച്ചിട്ട് ഒരു വർഷം വഴറ്റിയെടുക്കട്ടെ. ഇങ്ങനത്തെ കുട്ടി കാര്യങ്ങൾ വയ്ക്കാൻ വേണ്ടി മാത്രം പുറത്തെടുക്കുന്ന ചട്ടി. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴണ്ട് വന്നു കിട്ടാണ്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വലിയൊരു നെല്ലിക്ക വറ്റി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കട്ടാ. നല്ല പഴയ പുളിയാണ് കേട്ടോ. നല്ല കറുത്ത പുളി കട്ടിക്ക് പിഴിഞ്ഞെടുക്കാം. മൊത്തം ഒഴിക്കില്ല, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടെ. ഞങ്ങൾ ദ്രോഹിച്ച് പൊഴിഞ്ഞു. പ്രായം പുളി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാണ്. ഉപ്പിട്ട് കൊടുക്കാം. തിളക്കട്ടെ കേട്ടോ. തിളക്കി നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കട്ടോ. ഇപ്പം ഞാൻ ഒരു അച്ചിൻ്റെ ഒരു മുറി ഇട്ടിട്ടുള്ളൂ കേട്ടോ. 2 കഷ്ണം. നന്നായി തിളക്കട്ടെ, അത് കുറുകട്ടെ. വറ്റി കുറുകി റെഡി ആവട്ടെ. ഇഞ്ചിപ്പുളി കുറുകിയിട്ടാ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാ. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും മതി കേട്ടോ. ഇതൊന്ന് കുറുകും ആറിക്കഴിഞ്ഞാൽ. ഇറക്കട്ടെ. എൻ്റെ ഇഞ്ചിപ്പുളി ഇതൊന്നുകൂടി കുറുകൂട്ട് ആറിയ നാളേക്ക് നല്ലോണം കുറുകും. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇഞ്ചിപ്പുളി വെക്കുന്നത്. പിന്നെ കളറില്ലാത്ത പുളിൻ്റെ കുഴപ്പമാണ്. നല്ലോണം പഴകിയ പുളിയല്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ആണ്, എന്നാലും കളറുണ്ട്. കറുത്ത കളറല്ല മാത്രം. മുരിങ്ങക്കായും പരിപ്പും കൂടി കറിയാണ് കേട്ടോ. സിമ്പിൾ കറിയാ. താളിക്കട്ടെ. ചീഞ്ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ.
സിമ്പിൾ കറിയാണ്. കടുകിട്ട് കൊടുക്കുക, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ. ഒഴിച്ച് കൊടുക്കാം. സൂപ്പർ കറി ഉണ്ടത്. എന്നിട്ട് കുറേ പ്രാവശ്യം വീഡിയോ ഇട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം വീഡിയോ ഇട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. പരിപ്പ് മുരിങ്ങക്കായ്, സവാള, തക്കാളി. സിമ്പിൾ. ഉണ്ണിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. മുരിങ്ങക്കായ പരിപ്പ് കറി മതി. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി ഇഞ്ചി കുറുകണുള്ളൂ കേട്ടോ. പിന്നെന്താ പറയുക, ചേന വറുത്തതാണ്. നല്ല ടേസ്റ്റാണ് ചേന വറുത്തത്. ചേന വറുത്തത് സൂപ്പർ കിട്ടാം. ഒന്ന് വറുത്ത് നോക്കി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് കാണാത്തവരൊന്ന് കാണട്ടോ. വെറുതെ കഴിച്ചു കഴിഞ്ഞു. കുറേ ഉള്ള കഴിച്ചു. എങ്ങനെയുണ്ട് ഇഞ്ചിപ്പുളി? അടിപൊളി, സൂപ്പർ. എരിവും പുളി ഉപ്പൊക്കെ പാകത്തിന്. നിങ്ങളെങ്ങനെ വെക്കുകയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ടാണ്. പുല്ല് വലിക്കുകയാണ്. നാളെ അത്തമല്ലേ, പുല്ല് കുറച്ചാ കരിഞ്ഞുള്ളൂ കേട്ടാ. കരിഞ്ഞു, ഫലമൊക്കെ ഉണ്ടായി, പക്ഷെ മഴ പെയ്ത് ഒലിച്ചും പോയി. പിന്നെ നമ്മുടെ പുല്ല് കുറച്ച് മൂപ്പ് കൂടിയ പുല്ല, വലിയ പുല്ലാണ് കേട്ടാ. കുറച്ചാ വലിക്കുള്ളൂ, ബാക്കി പിന്നെ വലിക്കുക. നാളെ അത്ത കൂടിനോടെ മാത്രം കരിഞ്ഞു കേട്ടാ. എന്താ ഇവിടെയൊക്കെ കരിഞ്ഞു. കരിഞ്ഞു. ഇനി വരില്ല, എല്ലാം അളിഞ്ഞു അല്ലേ. ഇത് കൊടുക്കും. ഒരുപാട് ചെറുതൊന്നും കിട്ടില്ല. വലിച്ചു കഴിഞ്ഞാ നമ്മൾ ഇത്രയും വൃത്തിയാക്കി ഗൈസ്. ഇനി കുറച്ചോളൂ, അത് പതിയെ വൃത്തിയാക്കുന്നതായിരിക്കും. ഞങ്ങൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത പള്ളിയിൽ ഊട്ടുതിരുന്നാളുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത പള്ളിയിലാണ്. നിറയെ തിരക്ക്, ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സൗണ്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. നല്ലോണം ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. നിറയെ ആളുണ്ട്. ഉച്ച സമയമാണ്, 1 മണി 1:15 ഞങ്ങൾ പോകുമ്പോൾ. നല്ല മഴയും. ഇത് പള്ളിയുണ്ടാ, എന്താ ചെറിയൊരു പള്ളിയാണ്. ഇഷ്ടംപോലെ തിരക്ക് ഊണ് കഴിക്കാൻ. ഞാൻ ഇപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയും കൂടി പോയതാണ് കേട്ടോ. ഞാൻ ഉണ്ണിയും കൂടി അവിടെ നിന്ന് വീഡിയോ എടുക്കണം. ഇത് ഊണിനുള്ള വരിയാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം 2-3 വരിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് ഊണ് കഴിച്ചിട്ട് തിരിക്കണു. ഞങ്ങൾ അങ്ങോട്ട് ഉണ്ണാൻ പോകണുള്ളൂ. വേണ്ടാ, ക്യൂ നിൽക്കണം അവിടെ. ഞാനും ഈ ചേച്ചിയും കൂടിയായിരുന്നു. ഐറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടാ. സദ്യ പോലെ ഗോതമ്പ് പായസം, 6-7 വക കറിയൊക്കെ ഉണ്ട്, പപ്പടം. സ്ഥലമില്ല, കുറേ ഇരുന്നുണ്ട്, കുറേ നിന്നുണ്ട്. അത്ര തന്നെ. നല്ല തിരക്കും. തിരിച്ചു വരുമ്പോഴായിരുന്നു ആൾക്കാർ കൂടുതൽ. അതെ, സമയം 1:30 എല്ലാവർക്കും വിശക്കുന്ന സമയത്ത്. ഊണ് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ നിൽക്കാം കേട്ടോ. ബാൻഡ് സെറ്റും കണ്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.